ഇതൊരു ഡബിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിന് എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ കാണിച്ച പിക്ചർ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. ഇത് ഡബിൾ സ്ട്രാൻഡുള്ള ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. നമ്മുടെ DNA ഡബിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഏതാണ്? DNA. സോ അതിൽ ഇതൊരു സ്ട്രാൻഡ്, ഇതൊരു സ്ട്രാൻഡ്, അങ്ങനെ ഡബിൾ സ്ട്രാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഓരോ ന്യൂക്ലിയോടൈഡ് പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 5th പൊസിഷൻ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. 2 ഫ്രീ എൻഡുകളുണ്ട് തന്നെ. അതുപോലെ ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എടുത്താലും ഇവിടെയും അതെന്താണ്? 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടിരിക്കുന്നു, 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം 5' ഒരു സ്ട്രാൻഡ് 5' ടു 3' ഹൈഡ്രോക്സൽ ഇങ്ങനത്തെ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ആൻറ്റി പാരലായിട്ടാണ് 5' ടു 3'. സോ ഇവിടുന്ന് 5' ടു 3' ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി പാരലൽ ഡയറക്ഷനിലാണ് ഇവിടുന്ന് 5' ടു 3'. സോ ആൻറ്റി പാരലായിട്ടാണ് ഈ പറഞ്ഞ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളും ഇരിക്കുന്നത്. ഇനി ഇതാണ് ഇതൊക്കെ എന്താണ്? നമ്മുടെ ഷുഗറുകളാണ്, പെൻറ്റോസ് ഷുഗറുകളാണ് ഇതൊക്കെ. ആ പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും, പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും, പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ്, പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ്, പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ്, പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ ഷുഗർ ഫോസ്ഫേറ്റ് ആണ് നമ്മൾ പറഞ്ഞ ഈ പോളിന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്നത്. ഇതാണ് ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്. സോ രണ്ടിൻ്റെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്നത് എന്താണ്? ഷുഗർ ഫോസ്ഫേറ്റ്. ഷുഗർ ഫോസ്ഫേറ്റ് ആണ് ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെയും ബാക്ക് ബോൺ ആയിട്ട് ഇരിക്കുന്നത്. നമ്മളൊരു സ്റ്റെയർ കേസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിലും അപ്പോഴും അതെ, ഇതാണ് നമ്മുടെ ആ റെയിൽ, ഹാൻഡ് റെയിലാണിത്. ഇത് ഹാൻഡ് റെയിലായിട്ട് നമുക്ക് ഈ ഷുഗർ ഫോസ്ഫേറ്റ് ഇരിക്കുന്നത് എക്സ്റ്റേണലി പ്രൊജക്റ്റ് ഔട്ട്വേർഡ്, പുറത്തേക്കാണ് ഷുഗർ ഫോസ്ഫേറ്റുകൾ പുറത്തേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണലിയാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ബാക്ക് ബോണുകൾ. ഇനി ഉള്ളിലേക്ക് ഇരിക്കുന്നതാണ് ഈ പറഞ്ഞ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കാണുന്നത് തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. സോ ഇതൊക്കെ ഇൻറ്റീരിയർ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നൈട്രോജനസ് ബേസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നൈട്രജൻ ബേസുകൾ. ഈ നൈട്രജൻ ബേസുകളൊക്കെ അഡിനിൻ, തൈമിൻ ഡബിൾ ബോണ്ട് വെച്ച് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട്, അതേസമയം ഗ്വാനിൻ, സൈറ്റോസിൻ ആണെങ്കിൽ 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട്. സോ ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്. സോ ഈ നൈട്രജൻ ബേസുകൾ ഇൻസൈഡ്, നമ്മൾ സ്റ്റെയർ കേസിൻ്റെ പോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഈ നൈട്രജൻ ബേസുകൾ ഇൻസൈഡ് സ്റ്റെയർ കേസിൽ കാണുന്നതായിരിക്കും. ഇൻസൈഡായിട്ട് ഇൻറ്റീരിയർ ആയിട്ട് കാണുന്നു, പ്രൊജക്റ്റ് ഇൻവേർട്സ് ആയിട്ട് കാണുന്നു. അത് ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ 5' ടു 3', അതുപോലെ അതിൻ്റെ ആൻറ്റി പാരലായിട്ട് ഇപ്പുറത്തുനിന്ന് 5' ടു 3' പൊളാരിറ്റി, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണ്ടുകൾ, നൈട്രോജനസ് ബേസുകൾ ഇൻറ്റീരിയറായിട്ട് കാണുന്നു. അതിനെ ആ നൈട്രജൻ ബേസുകൾ ഒരു സ്ഥലത്ത് പ്യൂരിനാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പിരമിഡിനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? യൂണിഫോം ഡിസ്റ്റൻസ് ആയിരിക്കും ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ തമ്മിലും. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളിൽ യൂണിഫോം ഡിസ്റ്റൻസ്, ബിക്കോസ് ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ പിരമിഡിനായിരിക്കും, അടുത്ത സ്ട്രാൻഡിൽ പിരമിഡിനാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ ഓപ്പോസിറ്റ് കാണുന്ന നൈട്രജൻ ബേസ് പ്യൂരിനായിരിക്കും. അത് ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ട് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഹൈഡ്രജൻ, GC ആണെങ്കിൽ ട്രിപ്പിൾ, AT ആണെങ്കിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ടായിരിക്കും പെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളുടെ പ്രത്യേകത. ഡബിൾ സ്റ്റാൻഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ CH2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചതിലുള്ളത്. ഈ CHH ആണ് നമ്മളിവിടെ CH2 ആയിട്ട് ഒറ്റതിലിരുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കണമെന്ന് മാത്രം.